ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പ്രഭാത ചിന്തയിലേക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. അമേരിക്കയിലെ പ്രസിദ്ധ കോടീശ്വരനായ റോക്ക് ഫെല്ലർ പണത്തിനു വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ലോകമെങ്ങും അറിയപ്പെട്ടിരുന്ന സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിയുടെ ഉടമയായിരുന്നു. വേണ്ടതിലധികം പണവും ജീവിത സൗകര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ 53-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു രോഗം പിടിപെട്ടു. അയാളെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാരെല്ലാം തോറ്റു പിന്മാറി. അവർക്കൊന്നും രോഗം സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹത്തെ ചികിത്സിക്കാൻ വന്ന ഒരു ഡോക്ടർ അഭിപ്രായപ്പെട്ടു, താങ്കൾ പണത്തോടുള്ള അമിതമായ ചിന്ത കുറച്ച് മറ്റുള്ളവർക്ക് സ്നേഹവും സന്തോഷവും കൊടുക്കുക. റോക്ക് ഫെല്ലർ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിക്കുവാൻ തയ്യാറായി. അധികം താമസിയാതെ അദ്ദേഹത്തിൻ്റെ അസുഖം മാറി. അതിനെ തുടർന്ന് റോക്ക് ഫെല്ലർ തൻ്റെ വൻപിച്ച സമ്പാദ്യത്തിൽ നിന്നും $2000 കോടി പരോപകാര പ്രവർത്തനങ്ങൾക്കായി ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുകയുണ്ടായി. തദവസരത്തിൽ അദ്ദേഹം ഇപ്രകാരം പ്രസ്താവിച്ചു: പണത്തോടുള്ള എൻ്റെ വെറുപ്പ് കൊണ്ടാണ് ഈ പണമെല്ലാം ഞാൻ കൈമാറുന്നത്. എൻ്റെ കൈകളിൽ കൂടി എത്ര കോടി രൂപ കടന്നു പോയിട്ടുണ്ടെന്ന് ഒരു കണക്കുമില്ല. എൻ്റെ ചിന്തയെല്ലാം എപ്പോഴും പണത്തെപ്പറ്റിയായിരുന്നു. ഇങ്ങനെ ധനത്തിൻ്റെ അടിമയായി ഞാൻ ഇത്രയും നാൾ ഏറ്റവും സൗഭാഗ്യവാനായി കഴിഞ്ഞു. എന്നാൽ ഞാൻ ഒരിക്കലും സൗഭാഗ്യം അനുഭവിച്ചിട്ടില്ല. അത് ഇനിയെങ്കിലും എനിക്ക് ലഭിക്കണം. പണവും ജീവിത സൗകര്യങ്ങളും കിട്ടിയാൽ ജീവിതത്തിൽ എല്ലാമായി എന്ന് കരുതുന്നവർക്ക് ഫെല്ലർ എന്ന കോടീശ്വരൻ ഒരു മാതൃകയാണ്. പണം പണം എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന മനുഷ്യരെ നാം എവിടെയും കാണുന്നു. പക്ഷേ ഈ പണം ശാശ്വത സമാധാനവും സൗഭാഗ്യവും തരികയില്ല എന്ന് അവരൊന്നും ചിന്തിക്കുന്നില്ല. മഹാനായ ഫ്രാങ്ക്ലിൻ പറയുന്നത്, പണം ഒരാൾക്കും സൗഖ്യമുണ്ടാക്കിയിട്ടില്ല. അത് എത്ര കണ്ടുണ്ടാകുന്നുവോ അത്ര കണ്ട് ആർത്തിയും കൂടി വരും. ഒരാവശ്യം നിവർത്തിച്ചുവെങ്കിൽ 3 ആവശ്യം അത് പുതുതായി ഉണ്ടാക്കും. പ്രിയമുള്ളവരെ, നാം സമ്പാദിക്കുന്ന പണം നമുക്ക് എന്താണ് നേടിത്തരുന്നത്? ക്ഷണികമായ സുഖങ്ങളുടെ പുറകെ പോകാനുള്ള അഭിനിവേശം അത് സൃഷ്ടിക്കും. പണമുള്ളവനെല്ലാം തൻ്റെ കാൽക്കീഴിലാണ് എന്ന ചിന്തയോടെ പെരുമാറുകയും ദൈവത്തെയും ദൈവിക നിയമങ്ങളെയും മറന്ന് ഭൗതിക സുഖങ്ങൾ തേടുകയും ചെയ്യുന്നു. അത് അവന് യഥാർത്ഥ സമാധാനം കൊടുക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. യഥാർത്ഥ സമാധാനവും സൗഭാഗ്യവും നാം ആഗ്രഹിക്കുന്നെങ്കിൽ പ്രശസ്തിക്കും പ്രതാപത്തിനും സുഖത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രയത്നം നിർത്തി ദൈവത്തിങ്കിലേക്ക് നാം നടന്നെടുക്കണം. പണം നമ്മെ ജീവിതത്തിലെ എല്ലാ അഴുക്കുചാലുകളിലും കൊണ്ടെത്തിക്കും. ആ അഴുക്കുചാലിൽ കിടന്ന് നാം മരിക്കേണ്ടതായും വരും. വലിയ സമ്പത്ത് വലിയ അടിമത്തമാണ് എന്ന് സെനക്ക് അഭിപ്രായപ്പെടുന്നു. പണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിതം പാഴാക്കാൻ എന്നെക്കൊണ്ടാവില്ല എന്ന് മഹാനായ അഗാസിസും പറയുന്നു. പണം നമുക്ക് ജീവിക്കാൻ ഉള്ളതാണ്, അല്ലാതെ പണത്തിന് വേണ്ടി നാം ജീവിക്കരുത്. അത് നമുക്ക് നിത്യ സൗഭാഗ്യം തരികയില്ല. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ് എന്ന് യേശു കർത്താവ് പഠിപ്പിക്കുന്നു. അതിനാൽ നമ്മുടെ സമ്പത്ത് നാം സ്വർഗത്തിൽ സംഭരിക്കണം. ഇന്ന് നാം കേട്ടതായ വാക്യത്തിൽ തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുന്നതും കള്ളന്മാർ കുത്തിത്തുരക്കുന്നതുമായിട്ടുള്ള ഭൂമിയിൽ നമ്മൾ സ്വത്ത് സംഭരിക്കരുത് എന്ന് നാം കേട്ടു. അതുകൊണ്ട് ഇതിനൊന്നും സാധ്യതയില്ലാത്തതായ സ്വർഗത്തിൽ നമ്മുടെ സമ്പത്ത് സൂക്ഷിച്ചാൽ ഒരിക്കലും നമുക്ക് സമാധാനം നഷ്ടപ്പെടുകയില്ല. സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ എല്ലായ്പ്പോഴും നമുക്ക് ജീവിക്കുവാനായി സാധിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി സ്തോത്രം. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ധനത്തിൻ്റെ പിന്നാലെ പലപ്പോഴും ഞങ്ങൾ ഓടുന്നവരാണ്. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ധനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിലും കർത്താവെ, ഒരിക്കലും ധനത്തോടുള്ള അമിതമോഹം ഞങ്ങളെ ഭരിക്കുവാൻ അവിടുന്ന് അനുവദിക്കരുത്. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തരുന്നതായിട്ടുള്ള സമ്പത്തിൻ്റെ മഹത്വം കർത്താവെ അത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ എളിമയോട് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ഓരോ ദിവസവും ജീവിപ്പാനായിട്ടുള്ള എല്ലാ സാധ്യതകളും തരുന്നതോർത്ത് സ്തോത്രം. എളിമയോടെ ജീവിപ്പാനും കൃപയോടെ ജീവിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.